Gautam Sarang is a parent educator and the founder of Walking Ferns, an initiative focused on fostering community-driven learning spaces inspired by the Sarang philosophy of sustainable and experiential education. He also works as a web and project manager at the Wadhwani Foundation, a global non-profit organization. Mr. Gautam organizes workshops, camps, and study tours emphasizing creativity, collaboration, and nature based learning for children and parents. So let us welcome Mr. Gautam Sarang. നമസ്കാരം. സസ്റ്റൈനബിലിറ്റിയാണ് എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ കാതൽ. ആ വിദ്യാഭ്യാസ രീതി കൂടുതൽ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ ശ്രമത്തിൻ്റെ പേരാണ് വാക്കിംഗ് ഫേൺസ്. അതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ, എങ്കിലും എല്ലാവരും ഒരു നിമിഷത്തേക്കൊന്ന് കണ്ണടയ്ക്കുമോ? തെളിഞ്ഞ ആകാശമുള്ള ഒരു ദിവസം, കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമുള്ള ഒരു അരുവി. നിങ്ങളതിൽ വളരെ റിലാക്സ് ചെയ്ത് കിടക്കുകയാണ്. ഒരു കുഞ്ഞു കാറ്റ് നിങ്ങളുടെ മുടിയിഴകളെ തഴുകുന്നുണ്ട്. അരുവിയുടെ കരകളിൽ ധാരാളം മരങ്ങളും വള്ളികളും അവയിൽ ധാരാളം കിളികളും. ഈ ലോകത്ത് ഒന്നും നിങ്ങളെ അലട്ടുന്നില്ല. കണ്ണു തുറന്നോളൂ. ഒരു നിമിഷത്തേക്കൊന്ന് റിലാക്സ് ആയില്ലേ? എന്തുകൊണ്ടാണത്? കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് കാലം ഒരുപാട് മാറി, കോലവും. എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വയറിങ്ങോ 100 വർഷം മുമ്പ് അതെങ്ങനെയായിരുന്നോ അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പ്രകൃതി ധാരാളം കസിൻസും കൂട്ടുകാരുമുള്ള ഒരു തറവാട്ടിലെ അവധിക്കാലം പോലെ തോന്നുന്നത്. ആകാശവും വനവും കാറ്റും വെള്ളവുമൊക്കെ ഏറ്റവും നല്ല സ്ട്രെസ് ബസ്റ്റേഴ്സ് ആകുന്നത്. കോലം മാറിയ കാലത്തിന് വേഗം കൂടുതലാണ്. ഈ വേഗത്തിൽ പലപ്പോഴും പുതിയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ചുറ്റുപാടുകളുമായിട്ടുള്ള കണക്ഷൻ നഷ്ടമാകുന്നു. പുല്ല്, പുഴു, പൂമ്പാറ്റ, പുഴ, മല, മനുഷ്യർ, ജന്തുക്കൾ, സമൂഹം, ജീവിതം, ഇതിനൊക്കെ മുമ്പിൽ അവർ വെറും കാഴ്ചക്കാരാകുന്നു. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നറിയാത്ത വെറും കാഴ്ചക്കാർ. സങ്കീർണമായ ഈ ജൈവ ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാണ് നമ്മൾ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അവസരം കിട്ടാതെ പോകുന്നു. ഈ ഡിസ്കണക്റ്റ് അവരുടെ പ്രതിരോധ ശക്തിയെ, മാനസിക ആരോഗ്യത്തെ, പഠിക്കാനുള്ള കഴിവിനെ, ജീവിതത്തെ നേരിടാനുള്ള ധൈര്യത്തെയൊക്കെ ബാധിക്കുന്നു. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിൽ ആണെൻ്റെ വിദ്യാലയം. ഈ കവിത കേട്ടിട്ടില്ലേ? എൻ്റെ മാത്രമല്ല, ഈ ആകാശത്തിന് കീഴിലുള്ളതും അതിനപ്പുറവും നമ്മുടെ ഓരോരുത്തരുടെയും വിദ്യാലയമാണ്, ജീവിത വിദ്യാലയമാണ്. വിദ്യാഭ്യാസം ജീവിതാഭ്യാസമായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനാണ് ഞാൻ. അട്ടപ്പാടിയിലെ തരിശായി കിടന്ന ഒരു കൊച്ചു നീർമറിയിൽ അവരുടെ ശ്രമഫലമായി വളർന്നു വന്ന ഒരു കുട്ടി വനത്തോടൊപ്പമാണ് ഞാൻ വളർന്നത്. ആ പരിസരവും ആ മലഞ്ചേരിവും ശിരുവാണിപ്പുഴയുമൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യ വിദ്യാലയമായ സാരംഗ്. പഠനം ഇന്നും തുടരുന്നു. അനൗപചാരിക വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വന്ന ഞാൻ പല മേഖലകളിലും ജോലി ചെയ്തിട്ടുണ്ട്. ജോലിയുടെ ഭാഗമായി ഞാൻ APIകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ
വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകൾ, IoT ഉപകരണങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുന്നത് API വഴിയാണ്. ഒരർത്ഥത്തിൽ വാക്കിംഗ് ഫേൺസ് വഴി ഞാനൊരു API വികസിപ്പിക്കുകയാണ്. കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, സമൂഹം, പ്രകൃതി ഇവയെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഹ്യൂമൻ API. നമസ്കാരം, ഇത് ആകാശവാണി കൊച്ചി വർത്താനം. ക്യാമ്പിന്റെ 5ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നലത്തെ വിശേഷങ്ങൾ കേൾക്കാം. എൻ്റെ പേര് ഉർമേഷ്. ഞങ്ങൾ നട്ട പയറ് മുളച്ചു, പുകയിട്ട് വാഴക്കൊല പഴുത്തു. ഞങ്ങൾ വൈകി 3 കുട്ടികൾ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ശാസ്ത്ര പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. Mike Joe Lima, Mike Kilo. This is NA1SS. Welcome. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ വികസിപ്പിച്ചത്. അതിൽ നിന്ന് തന്നെ AI ജീവിക്കേണ്ട നമ്മുടെ മക്കൾ പ്രകൃതിയുമായി, മനുഷ്യരുമായി എത്രത്തോളം കണക്റ്റഡ് ആയിരിക്കണം എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോർഡിക് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ കാണുന്ന നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ അത്തരമൊരു വിദ്യാഭ്യാസ രീതിയിലേക്ക് കടക്കാൻ ഇനിയും ധൈര്യമായിട്ടില്ല. നിലവിലുള്ള വിദ്യാഭ്യാസത്തിനും ഭാവിയിൽ ഇവിടെ വരാനിരിക്കുന്ന വിദ്യാഭ്യാസത്തിനും ഇടയിലുള്ള ഒരു പാലമാണ് ഇപ്പോൾ വാക്കിംഗ് ഫേൺസ്. സ്കൂളിൽ പോകുന്നവരും പോകാത്തവരും ഹോം സ്കൂളിംഗ് ചെയ്യുന്നവരും മറ്റുമായി ഏതൊരു കുട്ടിക്കും വാക്കിംഗ് ഫേൺസിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം. നാടൻ കളികൾ മുതൽ ബഹിരാകാശം വരെ നമ്മുടെ പരിധിയിൽ വരും. വാരാന്ത്യ ക്യാമ്പുകൾ, നേച്ചർ ക്യാമ്പുകൾ, പഠനയാത്രകളൊക്കെയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. വരുന്ന വർഷങ്ങളിൽ രക്ഷിതാക്കളുടെ സഹകരണത്തോടെ ദക്ഷിണേന്ത്യയിലുടനീളം സസ്റ്റൈനബിലിറ്റിയിലൂന്നിയ കോഓപ്പറേറ്റീവ് മൈക്രോ സ്കൂൾസ് തുടങ്ങുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇവിടെ സമയമില്ല, അതുകൊണ്ട് നമ്മളുടെ വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയതിൽ നിങ്ങൾ സന്ദർശിച്ച് മനസ്സിലാക്കുമല്ലോ. ലീവ് ആൻഡ് ലെറ്റ് ലീവ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന പാഠം ശീലമാക്കിയ ഒരു തലമുറയാണ് സുസ്ഥിരമായ ഭാവിയുടെ അടിത്തറ. അത് പഠിക്കലായിരിക്കണം വിദ്യാഭ്യാസമെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. പുതുവഴികൾ തേടാൻ നമ്മളും മടിച്ചു നിൽക്കേണ്ടതില്ല. ഈ ശ്രമത്തിൽ കുറേ കുടുംബങ്ങളും കൂട്ടുകാരും എൻ്റെ കൂടെയുണ്ട്. നിങ്ങളും വരൂ. ലെറ്റ്സ് വാക്ക് ടുഗദർ വിത്ത് വാക്കിംഗ് ഫേൺസ്. താങ്ക് യു.